Dear students, good morning. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ടാണ് നാം പോകുന്നത്. ബൂളിയൻ ആൾജിബ്ര ആണ് എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്. നിങ്ങൾക്കറിയാലോ, ലീസ്റ്റ് ലോവർ ബൗണ്ടും ലോവസ്റ്റ് അപ്പർ ബൗണ്ടൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൻ്റെ അടുത്തൊരു സെക്ഷനാണ് ബൂളിയൻ ആൾജിബ്രയിലെ അടുത്തൊരു സെക്ഷനാണ് നമുക്കത് പറയാൻ പോകുന്നത്. അതായത് ഡിജിറ്റൽ സർക്യൂട്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആൾജിബ്ര ഇൻ ഡിജിറ്റൽ സർക്യൂട്ട്സ്. എന്താണ് സർക്യൂട്ട്സ്? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സർക്യൂട്ട്സ് എന്നുള്ള ആ ഒരു വാക്ക് നിങ്ങൾക്ക് പരിചിതമായൊരു വാക്കാണ് സർക്യൂട്ട്സ്. കാരണം പവർ സപ്ലൈ ഉണ്ടാവണമെങ്കിൽ സർക്യൂട്ട്സ് ആവശ്യമാണ്. അതിൽ സ്വിച്ചസ് ഉണ്ടായിരിക്കും. സ്വിച്ചസ് ഓൺ ചെയ്യുമ്പോൾ പവർ സപ്ലൈ നടക്കുകയും ഓഫ് ആകുമ്പോൾ പവർ സപ്ലൈ ഡിസ്കണ്ടിന്യൂ ആവുകയും ഒക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. പലതരത്തിലുള്ള സർക്യൂട്ട്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സർക്യൂട്ട്സ് തന്നെ വേറെ ഒരുപാടുണ്ട്. ഗ്രാഫ്സ്, ട്രീസ് ഒക്കെ പറയുമ്പോഴൊക്കെ സർക്യൂട്ട്സ് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതൊരു ഇലക്ട്രിക്കൽ ഫ്ലോ ആണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക്കൽ സ്വിച്ചസ് ഓർ കോണ്ടാക്ട്സ് ക്യാൻ ബി സിംബിളൈസ്ഡ് ഇൻ സ്വിച്ചിങ് ഓർ എ സർക്യൂട്ട് ഡയഗ്രാം ഓർ കോണ്ടാക്ട് സ്കെച്ച്. ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സ്വിച്ച്. ഇലക്ട്രിക്കൽ സ്വിച്ചസ് അല്ലെങ്കിൽ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും സർക്യൂട്ട് ഡയഗ്രത്തിൽ യൂസ് ചെയ്യുന്നതാണ്. അതിൽ ഓപ്പൺ ക്ലോസ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നതാണ് സ്വിച്ചസ്. ഓപ്പൺ കണ്ടീഷൻ ആകുമ്പോൾ സ്വിച്ച് ഓൺ കണ്ടീഷനിലായിരിക്കും. ക്ലോസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ, അങ്ങനെ രണ്ട് തരത്തിലായിരിക്കും. അതായത് ഓപ്പൺ കണ്ടീഷനുണ്ട്, ക്ലോസ്ഡുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു ചിത്രം വരച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ എന്ന് പറയുമ്പോൾ അതായത് ടച്ച് കണക്റ്റഡ് ആവില്ല. അപ്പോൾ എന്താണ്, പവർ സപ്ലൈ കറക്റ്റായിട്ട് നടക്കില്ല. പവർ സപ്ലൈ നടക്കാഞ്ഞാലും എന്ത് ചെയ്തില്ല, ലൈറ്റ് ഉണ്ടാവില്ല, ലൈറ്റ് കത്തില്ല. അതേപോലെ തന്നെ എന്താണ്, അതേസമയം ഓപ്പൺ ആണെങ്കിൽ, അതായത് ക്ലോസ്ഡ് അല്ല എങ്കിൽ ലൈറ്റ് എൻഡിങ്ങിൽ ലൈറ്റ് ഓഫായിട്ട് കിടക്കും. Basic is said to be open. A switch is said to be open. Basic അല്ല, സ്വിച്ച് എന്നാണ് ടൈപ്പ് ചെയ്തപ്പോഴുള്ള ടൈപ്പിംഗ് എററാണ്. സ്വിച്ചാണ്. സ്വിച്ച് ഈസ് സെറ്റ് ടു ബി. സ്വിച്ച് ഓപ്പൺ ആണ് എന്ന് പറയണമെങ്കിൽ ലൈറ്റ് വർക്ക് ഉണ്ടാവില്ല, ലൈറ്റ് വരില്ല, കത്തില്ല. അതാണ് എൽ ഉദ്ദേശിക്കുന്നത്. ഫിഗർ വരച്ച് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എൽ എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാം എന്താണ്, ലൈറ്റ് ഇല്ലാത്തൊരു കണ്ടീഷനിലായിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും, ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓപ്പൺ ആൻഡ് ക്ലോസ് സ്വിച്ചസ് ആർ സിംബിളൈസ്ഡ്. അതായത് ഓപ്പണും ക്ലോസ്ഡും സ്വിച്ചസ് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കൊരു ഡയഗ്രത്തിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വരച്ച് കാണിക്കാം. സ്ട്രെയിറ്റ് ലൈൻ കേട്ടോ. ഇത് ബി, ഇത് പി, ഇത് പറയുന്നത് ഇങ്ങനെ, ഇങ്ങനെ, ഇവിടെ എൽ. ബി എന്ന് പറയുന്നത് ബാറ്ററിയാണ്. പി എന്ന് പറഞ്ഞ സ്വിച്ചാണ്, പവർ സപ്ലൈക്കുള്ള സ്വിച്ചാണ്. എൽ എന്ന് പറഞ്ഞത് ലൈറ്റാണ്. ഇതാണ് കണ്ടീഷൻ. ഇതിപ്പോൾ നമുക്ക് പി എന്ന് പറഞ്ഞ സ്വിച്ച് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണ്. അതായത് ഇങ്ങോട്ട് കണക്റ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ ഈ ലൈറ്റ് ഉണ്ടാവില്ല. അതേസമയം ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ, അപ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു സംഭവം ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടാണ്, ഇത് താഴ്ത്തി വരയ്ക്കണം കേട്ടോ. ക്ലോസ്ഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പോൾ അതാണ് പറഞ്ഞാൽ ഓപ്പൺ ആണെങ്കിൽ പവർ സപ്ലൈ ഉണ്ടാവില്ല. സോ ലൈറ്റ് എൽ എന്ന് പറയുന്നത് എന്താണ്, എൽ ഡസ് നോട്ട് ലൈറ്റാണ്. അതേസമയം ക്ലോസ്ഡ് ആണെങ്കിൽ എന്താണ്, ലൈറ്റ് ഉണ്ടായിരിക്കും. അതായത് മറ്റു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതാണ് സർക്യൂട്ട്സിൻ്റെ കേസിൽ രണ്ട് തരത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്കെപ്പോഴും പറയുമ്പോൾ കണ്ടീഷനിൽ രണ്ട് പറയാം, ഒന്ന് 0യും 1ഉം. നമുക്ക് ഓൾജിബ്ര ബൂളിയൻ ഓൾജിബ്രയാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഡിജിറ്റ്സ് 0യും 1, 0 എന്ന് വെച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലോജിക്കലി 0 എന്ന് പറയുന്നത് ഓഫ് കണ്ടീഷനാണ്. അതായത് ഓഫ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഓഫ് കണ്ടീഷൻ, ലൈറ്റ് ഓഫ്. 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒക്കെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ലോജിക്ക് 0യും ലോജിക്ക് 1ഉം.
ലോജിക് 1. ലോജിക് 1 എന്ന് പറയുമ്പോൾ ഫാൾസ് കണ്ടീഷനാണ്. ഫാൾസ് കണ്ടീഷൻ 0 എന്ന് പറയുന്നത് ഫാൾസ് കണ്ടീഷൻ, അതായത് എന്താണ്, ഇത് ട്രൂ കണ്ടീഷനുമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഫാൾസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ലൈറ്റ് ഓഫ് ചെയ്ത കണ്ടീഷനാണ്. അപ്പോൾ മറ്റെന്തായിരിക്കും, ഓപ്പൺ ആയ കണ്ടീഷനാണ്. അപ്പോൾ ഓഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ടാണ്. സോറി, ഇത് ഓഫ് ഓപ്പൺ അല്ലല്ലോ പറയാം. ഓഫിന് പറയുന്നതാണ് ഓൺ. ഒന്ന് ഓഫ് കണ്ടീഷനും ഒന്ന് ഓൺ കണ്ടീഷനും. ഇത് ഓപ്പൺ കണ്ടീഷനും ക്ലോസ്ഡും. ക്ലോസ്ഡ് ആണെങ്കിൽ ലൈറ്റ് എമിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു തരത്തിൽ നമുക്ക് എന്താ പറയാം, ഇവിടെ പവർ ഒക്കെ നെഗറ്റീവ്, ലോജിക് 0 എന്ന് പറയാൻ ഒക്കെ നെഗറ്റീവ് കണ്ടീഷനാണ്. അതായത് നോ ഇല്ല, പവർ സപ്ലൈ ഇല്ല, ഫാൾസ് കണ്ടീഷൻ, അല്ലെങ്കിൽ എഫ് പോരാ, എഫ് ട്രൂ കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾക്ക് ലോജിക് 0 ഇത്രയും മനസ്സിലായി. ലോജിക് 0, ലോജിക് 1 2 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന് ഫാൾസ് കണ്ടീഷനാണെങ്കിൽ മറ്റേ ട്രൂ കണ്ടീഷനാണ്. ഒന്ന് ഓഫ് കണ്ടീഷനാണെങ്കിൽ മറ്റേ ഓൺ കണ്ടീഷനാണ്. അപ്പോൾ ലോജിക് 0 ആണ് ഫാൾസ്, ഓഫാണ്, ഓപ്പൺ സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ടാണ് അത് ഓഫ് കണ്ടീഷനായത്. പിന്നെ അവിടെ ഫാൾസ് കണ്ടീഷനാണ്. അതായത് എപ്പോഴും നോ എന്നുള്ളൊരു മീനിങ്ങിലാണ് കിടക്കുക. മറ്റേതൊക്കെ എന്താണ്, ഫുൾ യെസ് കണ്ടീഷനാണ്. അതായത് ട്രൂ ആണ്, ഓണാണ്, ക്ലോസ്ഡാണ്, യെസ് ആണ് ഒക്കെ പറയാം. ടി എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് രണ്ടും വരുന്നത്. പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത്ര കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്വിച്ചസ് എന്ന് പറയുമ്പോൾ 2 തരത്തിൽ കണക്ട് ചെയ്യാം. സീരീസ് ആയിട്ടും കണക്ട് ചെയ്യാം, പാരലായിട്ടും കണക്ട് ചെയ്യാം. സ്വിച്ചസിൻ്റെ സീരിയൽ കണക്ഷനും പാരൽ കണക്ഷനും നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. സ്വിച്ചസിൻ്റെ സീരീസ് കണക്ഷനും ഉണ്ട്, പാരൽ കണക്ഷൻ ഉണ്ട്, പിന്നെ കോംപ്ലക്സ് സർക്യൂട്ട് ഉണ്ട്, അങ്ങനെ പല തരത്തിലുണ്ട്. അപ്പോൾ ഈ സീരീസ് കണക്ഷൻ എന്നായാലും പാരൽ കണക്ഷൻ ആയാലും നമ്മളെപ്പോഴും നിങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു സർക്യൂട്ട് ലൈറ്റ് കത്തുന്നൊരു വേറൊരു ഫിസിക്സ് ഭാഗത്തേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെഷനിലോട്ട് നമ്മൾ പോകും. നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഭാഗമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇവിടെ തിരികെ നിങ്ങൾക്ക് വേറൊരു മേഖലയിലോട്ട് പോകരുത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എന്തൊക്കെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ പോലും വീണ്ടും നമ്മൾ മാത്തമാറ്റിക്സിലേക്ക്, കമ്പ്യൂട്ടർ റിലേറ്റഡ് മാത്തമാറ്റിക്സിലോട്ട് തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ സ്വിച്ചസിന് സീരീസ് എന്ന് പറയുകയാണെങ്കിലും നമ്മൾ സർക്യൂട്ട് ഇങ്ങനെ വരയ്ക്കും. എന്നാൽ അവിടെ സ്വിച്ചുകൾ തന്നെ സീരീസ് ആയിട്ടാണ് കാണിക്കുക, മറ്റേ പാരലായിട്ടാണ്. ആ ഒരു വ്യത്യാസമുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ കറക്റ്റായിട്ട് ചിത്രം വരച്ച് പറയാം. അപ്പോൾ അവിടെ പറയുമ്പോഴും നമ്മൾ എന്താണ്, അവിടെ 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ 2 ഇൻപുട്ടിന് 0ഉം 1ഉം കൊടുത്തുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരിക, അപ്പോൾ ഔട്ട്പുട്ട് 0 അല്ലെങ്കിൽ 1 വരും. അപ്പോൾ 0 വരികയാണെങ്കിൽ എന്താണ്, നമുക്ക് അവിടെ ലൈറ്റ് ഉണ്ടാവില്ല, 1 വരാൻ ലൈറ്റ്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് വേറൊരു തരത്തിലേക്കല്ല. നമ്മളെപ്പോഴും എന്താണ്, നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിലോട്ട് റിലേറ്റഡ് ആയിട്ടാണ് ആ ടോപ്പിക്കിനെ നമ്മൾ പഠിക്കേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്വിച്ചസിൻ്റെ കണക്ഷൻ, സീരീസും പാരലൽ കണക്ഷനെ കുറിച്ച് നമുക്ക് ചിത്രം വരച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.